നിങ്ങൾക്കറിയാമോ, കൂലി എന്ന സിനിമയിൽ ലോകേഷ് കനകരാജിന്റെ സാലറി എന്ന് പറയുന്നത് 50 കോടിയാണ്. ശരിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ 50 കോടി സാലറി ഈ സിനിമയ്ക്ക് മേടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ലോകേഷ് പറഞ്ഞ ഉത്തരം ഇതാണ്: സാർ, എൻ്റെ കഴിഞ്ഞ സിനിമ 700 കോടിയാണ് കളക്ട് ചെയ്തത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് എനിക്ക് 50 കോടി മേടിച്ചുകൂടാ? ശരിയല്ലേ? എന്നാൽ ഇതേ ലോകേഷ് കനകരാജിന്റെ 2017 ഇറങ്ങിയ ആദ്യത്തെ സിനിമ, അതായത് ലോകേഷ് കനകരാജിന്റെ ഡെബ്യൂ ഫിലിമായ മാനഗരം എന്ന സിനിമയ്ക്ക് ലോകേഷിന് കിട്ടിയ റെമ്യൂണറേഷൻ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? വെറും 5 ലക്ഷം രൂപയാണ്. ഒരു ഹൈപ്പും ഇല്ലാതെ വന്നൊരു സിനിമയാണ്. എന്നാൽ ചില സിനിമാ നിരൂപകർക്കിടയിൽ ഈ സിനിമ ചർച്ചയാവുകയും പിന്നീട് ആ സിനിമ താരതമ്യേന നല്ലൊരു വിജയം നേടുകയും ചെയ്തു. അങ്ങനെ വെറും 5 ലക്ഷം രൂപയിൽ തുടങ്ങിയ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ സിനിമാ കഥയാണ് നമ്മൾ എന്നോട് പറയാനുള്ളത്. അതിനുശേഷമാണ് ലോകേഷിന്റെ തന്നെ കരിയർ ബെസ്റ്റ് സിനിമയായ കൈദി റിലീസ് ആവുന്നത്. ശരിക്കും ഈ സിനിമയിൽ ലോകേഷ് മേടിച്ച റെമ്യൂണറേഷൻ എത്രയാണെന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഡ്രീം വാരിയർ പിക്ചേഴ്സ് ആയിരുന്നു സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ്. ശരിക്കും കൈദി എന്ന സിനിമ കളക്ട് ചെയ്തത് നമുക്കറിയാവുന്നതാണ്. ബിഗിൽ എന്ന സിനിമയോടൊപ്പം ക്ലാഷ് വെച്ചിട്ട് പോലും കൈദി വമ്പൻ കളക്ഷനാണ് നേടിയത്. 2019 ദീപാവലി റിലീസായിട്ട് ഇറങ്ങിയ കൈദി ബിഗിൽ എന്ന സിനിമയോടൊപ്പം തന്നെ റിലീസ് ചെയ്തിട്ട് ക്ലാഷ് റിലീസ് വന്നിട്ട് പോലും ആലോചിക്കണം, വമ്പൻ കളക്ഷനാണ് കൈദി നേടിയത്. അതിനുശേഷമാണ് മാസ്റ്റർ എന്ന് പറയുന്ന സിനിമ 2021 റിലീസാവുന്നത്. ഈ സിനിമയ്ക്ക് ലോകേഷ് മേടിച്ച റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 3 കോടി രൂപയാണ്. എന്നാൽ അതിനു പുറമെ അഡീഷണൽ കളക്ഷൻ നേടിയതിന് പിന്നാലെ പ്രോഫിറ്റ് ഷെയറിന്റെ ഒരു വിഹിതം കൂടി ലോകേഷിന് പ്രൊഡ്യൂസേഴ്സ് നൽകുകയുണ്ടായി. സേവ്യർ ബ്രിട്ടോ ആയിരുന്നു മാസ്റ്ററിന്റെ പ്രൊഡ്യൂസർ. തലപതി വിജയ് സേതുപതി അഭിനയിച്ച സിനിമ ആ വർഷത്തെ തന്നെ ഏറ്റവും മികച്ച കളക്ഷൻ ആയിരുന്നു. കോവിഡ് വന്നതിന് ശേഷം തകർന്നു കിടന്നിരുന്ന തിയേറ്റർ വ്യവസായത്തെ തിരികെ കൊണ്ടുവന്നത് മാസ്റ്റർ എന്ന് പറയുന്ന സിനിമയാണ്. ശേഷം 2022 രാജ് കമൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ലോകേഷ് ചെയ്യുന്ന അടുത്ത സിനിമയായിരുന്നു വിക്രം. കമൽഹാസനെ വെച്ച് ചെയ്ത സിനിമ ആ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിരുന്നു. ഈ സിനിമയ്ക്ക് ലോകേഷിന്റെ സാലറി എന്ന് പറയുന്നത് 8 കോടി രൂപയായിരുന്നു. പ്ലസ് പ്രോഫിറ്റ് ഷെയറിന്റെ ഒരു വിഹിതം കൂടി കൊടുത്തു. അതുകൂടാതെ കമൽഹാസൻ തന്നെ ഒരു ഗ്രാൻഡ് ലെക്സസ് കാറും ലോകേഷിന് സമ്മാനമായി നൽകി. ദെൻ വീണ്ടും തലപതി വിജയായിട്ട് കൈകോർക്കുന്നു. ഇത്തവണ ലിയോ ആയിരുന്നു. സേവ്യർ ബ്രിട്ടോ തന്നെയായിരുന്നു സിനിമയുടെ പ്രൊഡ്യൂസർ. ലിയോ എന്ന സിനിമയ്ക്ക് ലോകേഷ് മേടിച്ച സാലറി എന്ന് പറയുന്നത് 20 കോടിയായിരുന്നു. 20 കോടി പ്ലസ് പ്രോഫിറ്റ് ഷെയറിന്റെ ഒരു വിഹിതം കൂടി ലോകേഷിന് കൊടുക്കുകയുണ്ടായി. ആ സിനിമ കളക്ട് ചെയ്തത് 700 കോടിയാണ്. ഇനി 2025 സാക്ഷാൽ തലൈവരുടെ കൂലി എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയ്ക്ക് ലോകേഷ് മേടിക്കുന്നത് 50 കോടി സാലറിയാണ്. ശരിക്കും ഈ സിനിമ 1000 കോടിയിൽ എത്തിയാൽ ലോകേഷിന്റെ സാലറി ഇനിയും കൂടുന്നതായിരിക്കും. എന്താലേ, ഒന്ന് ആലോചിച്ച് നോക്കുക. വെറും 5 ലക്ഷത്തിൽ തുടങ്ങിയ ഒരാളുടെ സാലറി ഒരു ഗ്രാഫ് കയറുന്ന പോലെ കയറുന്ന ഒരു ഐറ്റം കണ്ടിട്ട് നമുക്ക് തന്നെ അതിശയം തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും അത്ഭുതത്തോടെ നോക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും